എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഉടമ്പടിയിൽ വെച്ച മുഴുവൻ വിഷയങ്ങളാണ്. കർത്തൃസന്നിധിയെ പുനഃസമർപ്പണം ചെയ്യുകയാണ്. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, ഒത്തിരി പേര് വിദേശത്തേക്ക് പൈസ അടച്ചിട്ട് പോലും അവർക്ക് വിസ കിട്ടാത്തവരുണ്ട്. ലക്ഷങ്ങൾ ഇൻടേക്കിന് കൊടുത്തിട്ട് ഈ ഇൻടേക്കിന് പോകാൻ പറ്റാത്തവരുണ്ട്. വ്യത്യസ്തങ്ങളായ നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. റീവാലുവേഷന് കൊടുത്തിട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വിവാഹ തടസ്സമുള്ളവരെ, വിവാഹ കേസിലും കോടതിയിലുമായിരിക്കുന്ന ഒരു വിവാഹത്തിന്റെ വിഷയങ്ങളാണ്. സ്ഥാവര ജംഗമ വസ്തുക്കള് എല്ലാം കേസായിരിക്കുന്നവരെ, വസ്തു ജപ്തിയിലേക്ക് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരെ, ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിൽക്കുന്നവര്, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവര്, നാട്ടിൽ ജയിലിൽ കിടക്കുന്നവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ സത്യാവിലേക്കെല്ലാം ഈ നിമിഷം മുഴുവൻ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷമാണെന്ന് ഓർക്കണം. ഓൺലൈനിലുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. സാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായനെ, ഈശോ എല്ലാം സാധ്യമായനെ. ഈശോയെ കർത്താവെ, ഈശോ ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈശോ അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കർത്താവെ സാമ്പത്തികം അത്യാവശ്യമായിട്ടുള്ളവരെ, ജോലിക്ക് പോകേണ്ട കർത്താവ് വേണ്ടി കൊടുക്കേണ്ടി വരുന്നവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അടിമഴ പോലെ, വൈദ്യ അക്കാരം പോലെ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിത അവസ്ഥകളുടെ തടസ്സങ്ങള്, ദോഷങ്ങള്, പഠന തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, എല്ലാ സർവീസ് പ്രോബ്ലംസ് എല്ലാം യേശുവിന്റെ നാമത്തില് ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാരണങ്ങള്, ഉടമ്പടി പുതുക്കാൻ പറ്റിയിരിക്കുന്ന വിഷയങ്ങള് ദൈവികമായ ആവശ്യപ്പെടാവട്ടെ. യേശുവിന്റെ നാമത്തിലെ തടസ്സങ്ങൾ, ദുരിതങ്ങള് മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുന്നു. പാപത്തെ പേടിച്ച് കുറ്റബോധം ഉണ്ടാക്കാനല്ല, പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ, കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? അതായത് ആരാണ് ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ആരാണ്? ദൈവം കുറ്റം ആരോപിക്കാത്തവൻ. നമ്മൾ ശക്തൻ ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം അതുതന്നെയാണ്. അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മക്കളെ, പ്രാർത്ഥനയുടെ ഈ ഫോർമാറ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും വരണത് നമ്മുടെ ഭൗതിക ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന സോക്കോൾഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആധ്യാത്മിക ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ച് നാളത്തേക്കൊക്കെ പോകാമെന്നല്ല, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന് ആളെപ്പിടി കിട്ടും. പേടിയാ, അതെപ്പോഴും ശ്രദ്ധിക്കണം.
ഒരു ഫിസിക്കൽ ഫേവേഴ്സ്, സോ കോൾഡ് ഫിസിക്കൽ ഫേവേഴ്സ് മീൻസ് ഭൗതിക ആനുകൂല്യങ്ങൾ. ഈ ഭൗതിക ആനുകൂല്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് കുറേ കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ച് ടൈം ബീങ് നമുക്ക് പോകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും ഓടരുത് അമ്മാവ ആളറിയുമെന്ന് പറയും. അതാണ് സംഭവം. എന്താ കാര്യം? ചുമ്മാ ഇങ്ങനെ ഈ വാലാട്ടണതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഇറച്ചി കഷ്ണം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വാലാട്ടൽ. അതുകൊണ്ടാണ് സ്തുതിക്കുകയും പ്രാർത്ഥനയൊക്കെ ഉള്ളത്. ഇറച്ചി കഷ്ണം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും തിരിഞ്ഞ് കടിക്കാൻ സാധ്യത ഉണ്ടെന്നറിയും. അത് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യന്മാർക്ക് ഇത്രയും ബുദ്ധിയില്ല. പക്ഷെ ബുദ്ധിയുടെ ആകത്തുകയാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ഈ വിഷയത്തിൽ. എന്നും കൊന്നും നിങ്ങളുടെ ഭൗതികമായ ഈ കാര്യം മാത്രമാണ് ദൈവത്തോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതിക ആനുകൂല്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ മാസം ആവശ്യമുള്ള സാധനം അടുത്ത മാസം ആവശ്യമില്ല. ദാറ്റ് മീൻസ് കാലഹരണപ്പെട്ടു പോകുന്നു. കാലഹരണപ്പെടാത്ത ദൈവത്തോട് കാലഹരണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ ദൈവത്തിന് നമ്മൾ കാലഹരണപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇറ്റ്സ് എ വെരി ഹോട്ട് പോയിൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ലോഹയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഞാൻ സാധാരണഗതിയിൽ മാക്സിമം ലോഹയാണ് ഉപയോഗിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ എനിക്ക് കരഞ്ഞാണ് ഈ ഉടുപ്പ് മേടിച്ചത്. 85 പട്ടം കിട്ടിയതാണ്. പക്ഷേ ഉടുപ്പ് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് 4 വർഷം, അതിനൊന്ന് 3.5 വർഷം മുമ്പാണ് ഉടുപ്പ് വാങ്ങിക്കേണ്ടത്. 81 82 അന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. എനിക്ക് ഉടുപ്പ് കിട്ടാത്തൊരു സാഹചര്യം സെമിനാരി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ അതായത് സെമിനാരിയുടെ അസസ്മെൻ്റ് അനുസരിച്ച് ചില സമയത്ത് എനിക്ക് അപ്ഡേഷൻ വന്നു പോകാതെ, ചില സമയത്ത് എനിക്കൊരു ചെറുകുറേടാ നിനക്കൊരു റീജൻസി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് റീജൻസി ഒരു ടൈമിന് ആവശ്യമുണ്ടായെങ്കിലും ഒരു സെമിനാരിലെ ഫിലോസഫിയുടെ ആ കാലങ്ങളിൽ എനിക്ക് തോന്നിയായിരുന്നു ഒരു കൊല്ലം റീജൻസി എടുക്കണമെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കർത്താവിൻ്റെ ചിന്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറച്ചു കളഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള തോന്നിവാസങ്ങളെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. അതായത് ഒരു കൊല്ലം ലീവ് എടുത്തിട്ട് ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ ചുറ്റുക, അങ്ങനെയൊക്കെ ഒരു ആവശ്യവും ചിന്ത ആ കാലങ്ങളിലുണ്ടായിരുന്നു. അന്ന് കുറേ എഴുത്തും വായനയും കഥകളും അതുപോലെയൊക്കെ ഫിലോസഫിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ഇന്ത്യയെ മുഴുവനും ഡിസ്കസായിട്ട് നടന്ന് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മിഷൻ രാജ്യങ്ങളിൽ പോണ കാലങ്ങളിൽ അതാണ് എൻ്റെ മനസ്സിരുന്നത് മുഴുവനും. മിഷനിൽ പോകണം. കാര്യം അച്ഛനാകണ കാലത്തും മിഷനിൽ പോകണമെന്ന് ഞാൻ വയറാണ് ഞാൻ സെമിനാരിൽ ചേരണത്. അന്ന് പറ്റാത്തത് കൊണ്ട് ഈ ഒരു കൊല്ലം എടുത്തിട്ട് മിഷനൊക്കെ ചുറ്റും നടന്ന് കാണണം, അങ്ങനെ കുറേ ചിന്തകളൊക്കെ ആയിട്ട് നടക്കിയിരുന്നു. പക്ഷേ എന്തോ എന്നെ പെട്ടെന്ന് ബിഷപ്പ് തന്നെ എന്നെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. അത് ബിഷപ്പല്ല, ഈശോ തന്നെ ബിഷപ്പിൽ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ എനിക്ക് അഭിഷേകം കിട്ടി ഉടുപ്പ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത്രയും കൊതിച്ചാണ് ഉടുപ്പ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ വല്ലപ്പോഴും വല്ല ട്രെയിൻ യാത്രയ്ക്ക് അത്യാവശ്യം നമുക്ക് വളരെ മോശം കണ്ടീഷനിലാണ് നമ്മൾ യാത്ര ചെയ്യണമെന്നെങ്കിൽ ബാത്റൂംസിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഉടുപ്പിന് മാന്യതയില്ലാത്ത സ്ഥലങ്ങളിൽ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഉടുപ്പ് ഒഴിവാക്കത്തുള്ളൂ. അതായത് അല്ലാത്ത സമയത്തെല്ലാം ഉടുപ്പ് ധരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് ധരിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. കാര്യം നമുക്ക് ജനത്തെ പേടിയില്ല. എന്താ കാര്യം? നമ്മളൊരു വിശ്വാസിയുമാണ്, ഒരു വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണ് എന്ന് സമൂഹം അറിയണം, എല്ലാ ജാതിക്കാരും അറിയണം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. അത് ഒരു വിശ്വാസം നമുക്ക് നൽകുന്ന ഒരു ധൈര്യമാണ് ശരിക്കും. വെച്ച് കഴിഞ്ഞാൽ ആരും എവിടെ ചെന്നാലും നമ്മൾ ഇപ്പോൾ അച്ഛന്മാരുടെ മാർക്കറ്റ് റേറ്റുകൾ കൂടിയാലും കുറഞ്ഞാലും അതൊന്നും പലപ്പോഴും എന്നെ ബാധിക്കാറില്ല. ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഒത്തിരി പുണ്യപ്പെട്ട അച്ഛന്മാരുടെ ഒത്തിരി ശുശ്രൂഷകളൊക്കെ വരും. അതേസമയം ചില ആൾക്കാർ ഷട്ട് ഔട്ട്സുകൾ വരും. അപ്പോൾ ആൾക്കാർ സമൂഹത്തിൽ ചിലപ്പോൾ അവരുടെ
ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ റേറ്റിംഗ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്താ കാര്യം? നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇത് ധരിക്കാമെന്ന് കർത്താവിന് സഭയുടെ ഒഫീഷ്യൽ ശുശ്രൂഷകനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്ന ആളാണ്. എന്താണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സൂക്ഷ്മതകളില്ലേ, അത് നിങ്ങൾക്ക് അതായത് ഇന്ന് നിങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ വിശ്വാസികളാണെന്നുള്ളത് കർത്തൃസന്നിധിയിൽ പുറത്ത് നിങ്ങളെ പ്രകടിപ്പിക്കണം. കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഒന്ന് ഒളിച്ചും പാത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തില്ല. പക്ഷേ പറയാം, വിശ്വാസം അത് ഉള്ളിലല്ലേ ഇരിക്കേണ്ടത്, അവൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, അത് നടക്കത്തില്ല. അത് ഒരുതരം ഭീരുത്വമാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ, ഇപ്പോൾ 10:32 എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അതാണ് വിഷയം. അത് വിശ്വാസം ഏറ്റുപറച്ചിലാണ്. അതിൻ്റെ തന്നെയാണ് ഈ ഡ്രസ്സിങ്ങൊക്കെ വരുന്നത്, ഡ്രസ് കോഡൊക്കെ വരുന്നത്, ഒരു ഏറ്റുപറച്ചിലാണ്. കുറച്ച് ധൈര്യം കീപ്പ് ചെയ്താണ് എപ്പോഴും നല്ലത്. വിശ്വാസമാണെങ്കിൽ നീ അത് പുറത്ത് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ലോകകപ്പ് കഴിയുമ്പോൾ ഓരോരുത്തർ ഗോൾ അടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ പിതാനും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് നടക്കുന്നത്? അതായത് 10 മെത്രാന്മാർ വിചാരിച്ച നടക്കാത്ത സംഭവമാണ് ഒരു ഫുട്ബോൾ പ്ലെയറെ കൊണ്ട് നടക്കുന്നത്. അതാണ് വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. അതാണ് എൻ്റെ വിഷയം എന്നത്. അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ. അപ്പം മനുഷ്യരുടെ മുമ്പിൽ എന്തിനുള്ളതാണ്? ഏറ്റു പറയാനുള്ളതാണ്. ഈ ഉടമ്പടി കത്താൻ കാര്യം എന്താണ്? ഇത്രയും പെട്ടെന്ന് ഉടമ്പടി ദൈവം തരുമ്പോഴും എനിക്കറിയത്തില്ല ഇത് ഇത്രയും വല്ലാത്ത രീതിയിൽ ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്. ഇപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പ്രസൻസ് എത്ര കാലം മുതൽ ദൈവം അഷ്വർ ചെയ്ത സംഭവമാണ് പ്രസൻസ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞെങ്കിലും ഉടമ്പടിയിലല്ലേ ആൾക്കാർ അനുഭവസാക്ഷ്യം പറയണത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ. അതെന്തുകൊണ്ടാണ്? മറ്റേത് പ്രാർത്ഥനാ രൂപങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം വെന്റിലേറ്ററായാലും അതുപോലെ തന്നെ ബോധമില്ലാഞ്ഞ് കിടക്കുന്ന സമയത്തായാലും ശരി, ഇനി കോടതിയിലായാലും ജയിലിലായാലും എല്ലായിടത്തും അമ്മയുടെ സാന്നിധ്യം കണ്ടു. അമ്മ അതുപോലെ എനിക്ക് പ്രത്യക്ഷമായ പോലെയുള്ള അടയാളം കണ്ടു എന്ന് ആൾക്കാർ പറയുന്ന സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം എന്ന് പറയണത് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കണം എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുക്കുമ്പോൾ അത് ഉടമ്പടി കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ വാഗ്ദാനങ്ങളും ദൈവം പാലിക്കും. കാര്യം എന്താ? നമ്മൾ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ ഏറ്റുപറച്ചിലും വിശ്വാസം ഏറ്റുപറച്ചിൽ. നിങ്ങൾ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ട്രോളുകൾ ഉണ്ടായാലും ഞങ്ങൾക്കത് ഒരു സന്തോഷമോ സൗമ്യമായിട്ട് അതിനെ കാണുന്ന കാര്യം എന്താണ്? ഇത് വരുത്തി വച്ചിരിക്കുന്ന ദൈവാനുഭവം എന്ന് പറയുന്നത് ചില്ലറയല്ല. എന്താ കാര്യം? ഒന്ന്, ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ ഏറ്റുപറയേണ്ടി വരും. മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന് വിശ്വാസം ഏറ്റുപറയേണ്ടി വരും. ഏറ്റുപറയുക മാത്രമല്ല, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോൾ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. പ്രസംഗിക്കാൻ പറ്റാത്തവർക്കും പ്രസംഗിക്കാനുള്ളൊരു വേദിയായിട്ടാണ് സുവിശേഷ കൈമാറ്റം നടക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ അളിഞ്ഞ മോന്തയുമായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ തമ്മിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസം, അതീവ സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട്. അവരാണ് ബ്രാൻഡഡ് ആകണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിമ്മി, ഞാൻ എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 8-നാണ്. ഞാനൊരു നേഴ്സാണ്.
ഞാൻ ഇതിനു മുമ്പ് ഈ ഉടമ്പടി പത്രം വായിച്ചിട്ടുണ്ട്, കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരിയായ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് ഞാൻ അത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. പത്രം മുഴുവൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനത് സൂക്ഷിച്ച് വെച്ച് ഞാൻ കിടക്കുന്ന അവിടെ സൂക്ഷിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഉടമ്പടി എന്താണെന്ന് അറിഞ്ഞത്. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഉടമ്പടിയെക്കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കൂടെ വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞങ്ങൾ 3 പേരും ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ സൗദി തിരഞ്ഞെടുത്തു. സൗദി IELTS OET ഒക്കെ എഴുതാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ സൗദി പ്രോമെട്രിക് എഴുതിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലാസ്സിന് ചേർന്നു. ക്ലാസ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൾഫിലേക്കുള്ള ഏറ്റവും പാടുള്ള എക്സാമാണ് സൗദി പ്രോമെട്രിക്ന്. അപ്പോൾ ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യും എന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാലയെല്ലാം ചൊല്ലുമായിരുന്നു. പക്ഷേ ഞാനിനി എങ്ങനെ ജയിക്കും? കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തോളം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ടച്ചെല്ലാം വിട്ടുപോയിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ക്ലാസ് എല്ലാം കൂടി ഞാൻ ഫസ്റ്റ് എൻ്റെ നിയോഗമായിട്ട് വെച്ചത് ഈ പ്രോമെട്രിക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണമെന്നായിരുന്നു. കാരണം ഒരു എക്സാമിന് 25,000 രൂപയായിരുന്നു ഫീസ്. ഞാൻ വിചാരിച്ചിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായില്ലെങ്കിൽ ഇനി ഒരു രണ്ടാമതൊരു ട്രൈ ചെയ്യുന്നില്ല എന്ന്. കാരണം ഞാൻ നാട്ടിൽ തുച്ഛമായ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡും ഒരു പ്രൈവറ്റിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ രാവിലെയും വൈകിട്ടുമായിട്ടായിരുന്നു ക്ലാസ്. ഏതെങ്കിലും ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 3 hour ക്ലാസ്. ഞാൻ ആ സമയത്ത് ഡ്യൂട്ടിക്കും കൂടെ പോകുന്നുണ്ട്. എല്ലാം കൂടി എനിക്കൊരു മോളുണ്ടായിരുന്നു, അവളെ നോക്കണം. എല്ലാം കൂടി ഇതെല്ലാം പഠനം, ജോലി, പിന്നെ മോളുടെ കാര്യം എല്ലാം കൂടി എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം പാസ്സാവുന്ന കാര്യം എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാവണമെന്നായിരുന്നു. ഞാൻ കോഴ്സിന് അറ്റൻഡ് ചെയ്ത് സാറ് ഞങ്ങളുടെ സാറ് പറയുമായിരുന്നു, പ്രോമെട്രിക് ക്ലാസ് എടുക്കുന്ന സാറ് പറയുമായിരുന്നു, ഞാനൊരു GNM നേഴ്സാണ്. GNMകാർ BScക്കാരെക്കാളും 2 times എങ്കിലും പഠിച്ചാലാണ് നിങ്ങൾ പാസ്സാവുള്ളൂ. കാരണം നിങ്ങൾക്ക് തിയറി കുറച്ച് കുറവാണ്. അതുകൊണ്ട് പാസ്സാവാൻ ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു. ജോലി, മോളുടെ കാര്യം എല്ലാം സമയക്കുറവുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറ്റുന്ന സമയത്തെല്ലാം പഠിക്കുമായിരുന്നു. അങ്ങനെ 3-4 മാസം കോഴ്സെല്ലാം കഴിഞ്ഞു. എക്സാം ഒരു May 11 ഞാൻ എക്സാമിന് പോയി. ട്രിവാൻഡ്രം എനിക്ക് സെൻറ്റർ. ഞാൻ എക്സാമിന് പോയി. അവിടെ നമുക്ക് ഒന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ മാലയിൽ കൃപാസനത്തിലെ കാശ് രൂപം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 210 ക്വസ്റ്റ്യൻസാണ്. നമുക്ക് 4 മണിക്കൂറാണ് എക്സാം. ഞാൻ ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോഴും ഞാൻ കാശ് രൂപത്തിൽ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്തത്. ശരിക്കും 4 മണിക്കൂർ എക്സാമിന് ശരിക്കും ഞാൻ ഒരു 1.25 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. എക്സാം എഴുതി പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ 1.25 മണിക്കൂർ കൊണ്ടാണ് എക്സാം എഴുതിയെന്ന്. പുറത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ഹസ്ബൻഡ് ചോദിച്ചു, നീ എക്സാം എഴുതിയില്ലേന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ എക്സാം തോറ്റു പോകുമായിരിക്കും. എൻ്റെ കൂടെയുള്ള ആരും ഇറങ്ങിയിട്ടില്ല, ഞാൻ മാത്രമാണ് ഇറങ്ങിയേക്കണത്. സമയം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ എക്സാമിന് എങ്ങനെ പാസ്സാകുമെന്ന്. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്താ എഴുതിയേക്കണമെന്ന് മാതാവിന് നന്നായിട്ട് അറിയാം. ഈ ഒരു അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായില്ലെങ്കിൽ ഇനി ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് എനിക്കില്ല. മാതാവ് എന്നെ പാസ്സാക്കി തരണേ. 500 മാർക്കാണ് പാസ്സാകാൻ വേണ്ടേ. ഞാനൊരു 501 മാർക്കാണ് മാതാവിനോട് ചോദിച്ചത്. ആ May ലാസ്റ്റ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 501 മാർക്ക് ചോദിച്ചിട്ട് മാതാവ് എനിക്ക് 566 മാർക്ക് തന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് സൗദിക്ക് പോകാനായിട്ട് പിന്നെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു തടസ്സവുമില്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ, എങ്ങനെയാണെന്നറിയില്ല, ക്യാഷ് വരെ എല്ലാം പെട്ടെന്ന് മാതാവ് എനിക്ക് ഒരുക്കി തന്ന് എനിക്ക് വിത്തിൻ 2 months ഞാൻ സൗദിയിലെത്തി. ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും, ചിലപ്പോൾ എനിക്ക് തിരിച്ചു പോരേണ്ടി വരും എന്നൊക്കെ. തിരിച്ചു പോരാൻ കഴിയില്ല, എന്നാലും എനിക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ മാതാവിനോടുള്ള പ്രാർത്ഥനയും മാതാവിൻ്റെ സഹായത്താലും ഞാൻ 2 വർഷം അവിടെ പിടിച്ചു നിന്ന് ഞാനിപ്പോൾ ലീവിന് വന്നേക്കുവാണ്. ഈ സൺഡേ ഞാൻ തിരിച്ചു പോകും.
പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവരെല്ലാം ഈസി ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ പരീക്ഷിക്കുകയാണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വളരാൻ വേണ്ടി മാതാവ് എന്നെ എനിക്ക് തരുന്ന പരീക്ഷണങ്ങളാണെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ബൈബിൾ യൂസ് ചെയ്യാൻ പാടില്ല എങ്കിലും ഞാൻ എൻ്റെ മൊബൈലിൽ ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഉയർന്നു. പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം 33 പ്രാവശ്യം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ എൻ്റെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറ്റി ഞാൻ സന്തോഷമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. പിന്നെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം അവിടെ ചെന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് എല്ലാ മാസവും റെഡ്നെസ് വരുമായിരുന്നു. റെഡ്നെസ്സും ചൊറിച്ചിലും. അത് ഒരു മാസം വരും. ഞാൻ 2 വീക്സ് ഡോക്ടർ പോയി കാണും. 2 വീക്സ് ഡ്രോപ്സ് ഒഴിക്കാൻ പറയും. 2 വീക്സ് ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്ത 2 വീക്സിനുള്ളിൽ എനിക്ക് വീണ്ടും വരും. അതൊരു കണ്ടിന്യൂസ് 6-7 മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനായി. കാരണം നാട്ടിലെ പോലെയല്ല അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. എനിക്ക് ടെൻഷനായിരുന്നു, വിശ്വാസവും ഇല്ലായിരുന്നു. ദൈവം ഇങ്ങനെ കണ്ണിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മാസവും 2 ആഴ്ച ഡ്രോപ്സ് ഒഴിക്കുമായിരുന്നു. പിന്നീട് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഉടമ്പടി തൈലം എൻ്റെ കണ്ണിൻ്റെ മുകളിൽ പരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു 2 മന്ത്സ് ഞാൻ അങ്ങനെ ചെയ്തു. എന്ന് ഉറങ്ങാൻ നേരത്ത് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1 ഇയറായി എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഡ്രോപ്സ് ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എനിക്ക് അവിടെ ചെന്നിട്ട് പത്രമൊന്നും കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിൽ സാക്ഷ്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യായിരുന്നു. അച്ഛൻ്റെ ധ്യാനം, പിന്നെ അതുപോലെ വാട്സപ്പിൽ ഞാൻ മുഖേന കുറേ പേര് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും ക്യാഷ് അയച്ചു കൊടുക്കുമായിരുന്നു. അനാഥാലയങ്ങളിലും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് വയസ്സായവർ താമസിക്കുന്നുണ്ട്, അവർക്കും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡ് വയ്യാതെ ഇരിക്കുവാണ്, അവൾക്കും ഞാൻ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മെജോ, ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് സഞ്ജു, കൊച്ച് എയ്തൻ. ഞാൻ ആദ്യമായിട്ട് കൃപാസന അമ്മേനെ പറ്റി കേൾക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വഴിയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ആദ്യത്തെ 3 സ്കാനിങ്ങിലും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. 5ാമത്തെ സ്കാനിങ്ങിന് ഞങ്ങൾ ചെന്നപ്പം കുഞ്ഞിൻ്റെ ലെഫ്റ്റ് ഹാർട്ടിന് ഒരു തടുപ്പുണ്ടെന്നും അത് എക്കോ എടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കാകെ പേടിയായി. ഇത് എക്കോ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തു. അങ്ങനെ ഈ ചേച്ചി പറഞ്ഞ് ഞാൻ കൃപാസന അമ്മേനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തിരുവല്ല ഹോസ്പിറ്റലിൽ എക്കോ എടുക്കാൻ ചെന്നു. അപ്പം ഞാൻ സ്കാനിങ്ങിന് കയറുന്നതിൻ്റെ മുമ്പും അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് കയറി. സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞിൻ്റെ ഹാർട്ടിലെ ആ തടുപ്പ് കുഞ്ഞിന് 1 വയസ്സാകുമ്പം ആ തടുപ്പ് തന്നെ മായുന്നതാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം അമ്മ എനിക്ക് തന്ന അനുഗ്രഹം. അതായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. രണ്ടാമതായിട്ട് ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നടുവിന് വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോവും, ഇഞ്ചക്ഷൻ എടുക്കും, ടാബ്ലറ്റ് കഴിക്കും, അപ്പം കുറയും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് തന്നെ വീണ്ടും കണ്ടിന്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ് ഒരാളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ മമ്മി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ നടുവിന് വേദനയാണെന്ന് പറഞ്ഞപ്പം മമ്മി ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി നടുവിന് തൂത്തു തരികയും അതിൻ്റെ ഫലമായി എൻ്റെ നടുവിന് വേദന പൂർണ്ണമായിട്ട് പോയി. എനിക്കിപ്പം കുനിയുന്നതിനോ പണി ചെയ്യുന്നതിനോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. മൂന്നാമതായിട്ട് മാതാവ്, ഞങ്ങൾ ജൂൺ 21 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് ആദ്യത്തെ നിയോഗം വെച്ചത് പുറത്തോട്ട് പോകാനുള്ള എക്സാം ആയിരുന്നു. അത് PTA എക്സാം ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ ക്ലാസ്സിന് കയറിയപ്പം നമുക്ക് ഇത് പറ്റുകയില്ലെന്ന് തോന്നി. അതുപോലെ ഭയങ്കര ടഫായിരുന്നു. അവർ പറയുന്ന ഓഡിയോ ക്ലിപ്പൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജൂൺ 21 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എക്സാമിന് നല്ല മാർക്ക് തന്ന് അനുഗ്രഹിക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് എക്സാം എഴുതേണ്ട ഒരു ഡേറ്റ് നീ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് എനിക്ക് 20 3 വട്ടം പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂലൈ 20 എക്സാം ഡേറ്റ് എടുത്തു. അത് തിരുവല്ല സാന്റാ മോണിക്ക എന്ന് പറയുന്ന അവരുടെ വെച്ചായിരുന്നു എക്സാം. അങ്ങനെ ഞങ്ങൾ രാവിലെ എക്സാമിന് വന്നു. എക്സാമിന് കയറിയപ്പം
അവരൊരു സാധനം നമ്മളെ അകത്തോട്ട് കയറ്റത്തില്ല. പിന്നെ കാശ് രൂപ ഞാൻ കൊന്തയിലാണ് ഇട്ടത്. അങ്ങനെ ഞാൻ തൂവാലയിൽ ഇച്ചിരി ഉപ്പെടുത്തു. പക്ഷെ അവർ പറഞ്ഞു ടവലൊന്നും അകത്തോട്ട് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബോഡി ചെക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തുള്ളി ഉപ്പ് കയ്യിൽ പിടിച്ച് എക്സാം ഹാളിലേക്ക് കയറി. അവിടെ കയറിയപ്പോൾ ഫുള്ള് സിസ്റ്റത്തിലാണ് നമുക്ക് എക്സാം. അങ്ങനെ ഞാൻ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ലാപ്ടോപ്പിൻ്റെ അതിലേക്ക് വിതറി. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി. എക്സാം എഴുതുമ്പം എക്സേ ഒക്കെ 2 ഇതായിട്ട് വരും. അപ്പോൾ 300 വേർഡ്സാണ് നമ്മൾ എഴുതേണ്ടത്. അതും ഈ സിസ്റ്റത്തെ നമ്മൾ പല അക്ഷരങ്ങൾ എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പാടാ. അങ്ങനെ എക്സാം എഴുതി. 11:30 തീരേണ്ട എക്സാമിന് ഞാൻ 11:20 ഞാൻ എക്സാം കഴിഞ്ഞ് ഹോളിൽ നിന്ന് ഇറങ്ങി. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അമ്മയോട് പറയും, അമ്മ അങ്ങയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷി എന്നെ ഉയർത്തണം, നീ നോക്കിക്കോണമെന്ന് പറയും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. വൈകിട്ട് 8:30 ഞാൻ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എത്രയാണോ ആഗ്രഹിച്ചത് ആ സ്കോർ എന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ അപ്പൻ്റെ കാലിന് എപ്പോഴും മരപ്പും പുകച്ചിലുമായിരുന്നു. അപ്പം ഷുഗറിൻ്റേതാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. ഒരു 3 ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർമാർ പറയും കുഴപ്പമൊന്നുമില്ല, ടാബ്ലറ്റ് കഴിച്ചാൽ മതി, ഇത് തന്നെ പറയും. ടാബ്ലറ്റ് കഴിക്കുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, എന്നിട്ടും മാറുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയപ്പം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അപ്പൻ്റെ കാലിൻ്റെ 2 കാൽപാദത്തിൻ്റെ അകത്തും തൂക്കി വിശ്വാസം പ്രമാണം തൂത്തതിൻ്റെ ഫലമായി പൂർണ്ണമായി എൻ്റെ അച്ഛൻ്റെ കാലിൻ്റെ മരപ്പും പുകച്ചിലും ഇപ്പോൾ പോയി. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഇളയ്ക്ക് ഒരു സൈഡ് ഒരു ഇടയ്ക്ക് വീണപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. കുനിഞ്ഞു നിന്ന് പണി ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ എപ്പോഴും ഫുള്ള് തളർന്നു പോകുന്ന പോലെയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി അമ്മയ്ക്ക് എളിക്കുവേനെ പോയി. ഇപ്പം എല്ലാ പണികളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഇതാണ്